ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ബെറ്റർ ഓപ്പണിംഗ് ആണ്. അമേരിക്കൻ മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ ഇന്നലെ ഫ്ലാറ്റ് ആയിരുന്നു. അതോടൊപ്പം തന്നെ അമേരിക്കയിൽ പുറത്തു വന്നിട്ടുള്ള എക്കണോമിക് ഡാറ്റകളെല്ലാം തന്നെ വളരെ വീക്കാണ്. അതുകൊണ്ട് തന്നെ US ഫെഡ് ഈ മാസം 17-18 തീയതികളിൽ നടക്കുന്ന ബോർഡ് മീറ്റിങ്ങിൽ 0.5% ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണുള്ളത്. അതോടൊപ്പം തന്നെ നമ്മൾ ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ യൂറോപ്യൻ മാർക്കറ്റുകൾ സ്ലൈറ്റ്ലി വീക്കായിരുന്നു. ഇന്നലെ ഏഷ്യൻ മാർക്കറ്റുകളൊക്കെ വീക്കായിരുന്നു. പക്ഷേ ഇന്ന് മോർണിംഗിൽ ഏഷ്യൻ മാർക്കറ്റുകൾ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയും സെൻസസും ഇന്നലെ ഗ്ലോബൽ മാർക്കറ്റ് ട്രെൻഡിനനുസരിച്ചുള്ളൊരു സെൻറ്റിമെൻറ്റ് തന്നെയാണ് ഇന്ത്യയിലും കാണിച്ചിരുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ അറൗണ്ട് 75 to 100 പോയിൻറ്റ് ബെറ്റർ ആയിട്ട് ഓപ്പൺ ചെയ്യാനാണ് ചാൻസസ് കൂടുതൽ. കമ്മോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ കമ്മോഡിറ്റികളും ഫ്ലാറ്റ് ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ജമ്പ് ചെയ്തിട്ടുള്ളൊരു കമ്മോഡിറ്റി അയണോറാണ്. അത് തീർച്ചയായിട്ടും ഇന്ത്യയിൽ നമ്മുടെ NMDC പോലുള്ള ഓഹരികളെ സംബന്ധിച്ച് പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത് $2,502 പെർ ഔൺസിനാണ് സ്പോട്ട് ഗോൾഡ്. അതുപോലെ തന്നെ $2,528 പെർ ഔൺസിനാണ് ഡിസംബർ ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുന്നത്. ബ്രന്റ് ക്രൂഡ് ഓയിലും സ്ലൈറ്റ്ലി വീക്കാണ്, $73 പെർ ബാരലിനാണ് ട്രേഡ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് തന്നെയാണ് ക്രൂഡ് ഓയിൽ പ്രൈസ് താഴെ വന്നിട്ട് ഉള്ളതുകൊണ്ട് ഇന്ത്യയിലെ പെയിൻറ്റ് ഇൻഡസ്ട്രിക്ക്, അതുപോലെ തന്നെ ടയർ ഇൻഡസ്ട്രിക്ക്, അദസീവ് ഇൻഡസ്ട്രിക്ക്, സിമെൻറ്റ് ഇൻഡസ്ട്രിക്കൊക്കെ അതിൻ്റെ ഒരു പോസിറ്റീവ് റിയാക്ഷൻ ഇന്നലെ പെയിൻറ്റ് സ്റ്റോക്കുകളും അതുപോലെ തന്നെ ടയർ സ്റ്റോക്കുകളൊക്കെ കാണിച്ചിരുന്നു. അതൊരു പക്ഷേ കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസസ് തന്നെയാണ് കാണുന്നത്. നമ്മൾ ഇത്തരത്തിലുള്ളൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് എക്സ്പെക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഇൻവെസ്റ്റേഴ്സിന് സജസ്റ്റ് ചെയ്യുന്ന സ്റ്റോക്ക് ഗ്രാസിം ഇൻഡസ്ട്രീസ് ആണ്. കാരണം ബിർള ഒപ്പസ് എന്ന് പറയുന്ന പെയിൻറ്റ് ലോഞ്ച് ചെയ്തതിന് ശേഷം വളരെ പ്രോമിസിങ് ആയിട്ടുള്ള റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഗ്രാസിം ഫർദർ മുന്നോട്ട് പോകാനുള്ള ചാൻസ് തന്നെയാണ് കാണുന്നത്. ഒരു പക്ഷേ അടുത്ത ദിവസങ്ങളിൽ $3,000 പെർ ഷെയർ ലിമിറ്റ് ക്രോസ് ചെയ്യാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. ഒപ്പം അപ്പോളോ ടയറും പ്രോമിസിങ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എക്സ്പോർട്ട് ഫ്രണ്ട് നോക്കുകയാണെങ്കിൽ അപ്പോളോ ടയർ മുന്നിട്ടേക്കാണ്. MRF അപ്പോളോ ടയർ പോലുള്ള കമ്പനികളൊപ്പം ബാലകൃഷ്ണ ഇൻഡസ്ട്രീസും ഉണ്ട്. ഇനി നമ്മുടെ തന്നെ റെക്കമെൻഡഡ് സ്റ്റോക്ക് ഡീമർജറിന് ശേഷം ഇന്ന് ലിസ്റ്റ് ചെയ്യാണ്. റെയ്മണ്ട് ലൈഫ് സ്റ്റൈൽ ലിമിറ്റഡ് ആണ്. വളരെ പോസിറ്റീവായിട്ടുള്ള ലിസ്റ്റിംഗ് ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു $4,500-5,000 റേഞ്ച് പെർ ഷെയറിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ആ പ്രൈസ് വീണ്ടും മുന്നേറാനുള്ള ചാൻസാണ് ഫണ്ടമെൻ്റൽസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ കാണുന്നത്. $2 ഷെയറാണ്. റെയ്മണ്ടിൻ്റെ എക്സിസ്റ്റിംഗ് ക്യാപിറ്റലിനേക്കാളൊക്കെ വളരെ കുറവാണ് ഈ റെയ്മണ്ട് ലൈഫ് സ്റ്റൈലിൻ്റെ ക്യാപിറ്റൽ വരുന്നതാണ്. വളരെ സ്മോൾ ക്യാപിറ്റൽ ഒരു കമ്പനിയാണ്. വളരെ അട്രാക്റ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെ ടെക്സ്റ്റൈലിൽ ഉള്ള ഡിവിഷൻസ് എല്ലാം തന്നെ എക്സലൻ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്ന ഒരു കമ്പനി കൂടിയാണ് റെയ്മണ്ട് ലൈഫ് സ്റ്റൈൽ ലിമിറ്റഡ്. തീർച്ചയായിട്ടും നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് നല്ല റിട്ടേൺ എക്സ്പെക്റ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ റിലയൻസ് ഇൻഡസ്ട്രീസ് ഗവൺമെൻറ്റിൻ്റെ PLI സ്കീമിലുള്ള അഡ്വാൻസ്ഡ് കെമിസ്ട്രി സെൽ മാനുഫാക്ചറിങ്ങിൽ, അതായത് പുതിയ ഒരു ടെക്നോളജിയാണ് അഡ്വാൻസ്ഡ് കെമിസ്ട്രി സെൽ എന്ന് പറയുന്നത്. ഇതിൽ ഇലക്ട്രോ കെമിക്കൽ രീതിയിലും കെമിക്കൽ എനർജി ആയിട്ടും പവർ സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ ആവശ്യമുള്ളപ്പോൾ കൺവേർട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസാണ് റിലയൻസിനെ സംബന്ധിച്ച്. മറ്റുള്ള എല്ലാ ബിഡേഴ്സിനും പിന്നിലാക്കിക്കൊണ്ട് റിലയൻസിനാണ് ഇതിൻ്റെ ഓർഡർ കിട്ടിയിരിക്കുന്നത്. 3,620 കോടി രൂപയുടെ ഇൻസെൻറ്റീവ്സും ലഭിക്കുകയാണ്. 5 ബിഡേഴ്സ് വെയിറ്റിംഗ് ലിസ്റ്റിലുണ്ട്. ആക്മെ, അതുപോലെ തന്നെ അമരരാജ, വാരി എനർജീസ്, JSW, നിയോ, ലൂക്കാസ് TVS. ഫർദർ അലോട്ട്മെൻറ്റ് വരികയാണെങ്കിൽ ഈ കമ്പനികൾക്ക് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ റിലയൻസിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ്. ഒപ്പം റിലയൻസിൻ്റെ ബോർഡ് മീറ്റിംഗ് ഉണ്ട്. 1:1 ബോണസ് ലിസ്റ്റ് ഉണ്ട്. അതോടൊപ്പം തന്നെ പല അനൗൺസ്മെൻറ്റുകളൊക്കെ വരുമെന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ മാർക്കറ്റിലുണ്ട്. അതുകൊണ്ട് തന്നെ റിലയൻസ് ഒന്ന് പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്യാനാണ് ചാൻസസ്. ഒപ്പം വേദാന്ത ലിമിറ്റഡ്, ഇക്ര വേദാന്തയുടെ ലോങ് ടൈം റേറ്റിംഗ് ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ്, AA ആക്കിയിരിക്കുകയാണ്. അവാൻസ് ടാറ്റെ ഇൻകോർപ്പറേഷൻ എന്ന് പറയുന്ന വേദാന്തയുടെ ജപ്പാനിലുള്ള സബ്സിഡിയറി വലിയ രീതിയിലുള്ള എക്സ്പാൻഷൻ പ്ലാനുകളും അതുപോലെ തന്നെ ബിസിനസ്സൊക്കെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ റവന്യൂവിൻ്റെ 10 times ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ വേദാന്തയുടെ ഡീമർജർ കഴിഞ്ഞ് കഴിഞ്ഞാൽ വേദാന്ത ലിമിറ്റഡിലാണ് ഈ
സെമി കണ്ടക്ടർ റിലേറ്റഡ് ഡിസ്പ്ലേ ഗ്ലാസ് റിലേറ്റഡ് ബിസിനസ് ഉണ്ടാകാൻ പോകുന്നപ്പോൾ വേദാന്തനെ സംബന്ധിച്ചും പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. JSL ജിൻഡാൽ സ്റ്റെയിൻലെസ് ലിമിറ്റഡ് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളിൽ യൂസ് ചെയ്യുന്ന സ്റ്റീലുകൾ ഒട്ടുമിക്കവാറും JSLൻ്റെ ആണ്. JSLനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. വീണ്ടും നല്ല രീതിയിൽ മുന്നേറാനുള്ള ചാൻസസ് തന്നെയാണ് JSL സ്റ്റോക്ക് പ്രൈസ്. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ ഒരുപക്ഷെ JSL മുന്നേറാനുള്ള ചാൻസസ് ഉണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് ന്യൂസ് ഫ്ലോസൊക്കെ നോക്കുകയാണെങ്കിൽ റെയിൽവേ 2200 കോടി രൂപ വരെ കവച് ടെൻഡർ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. 7228 കിലോമീറ്ററാണ്. അപ്പോൾ കവച് സെഗ്മെൻറ്റിലുള്ള HBL പവർ, അതുപോലെ തന്നെ റീസെൻ്റായിട്ട് കവച് സെഗ്മെൻറ്റിലേക്ക് എൻ്റർ ചെയ്യാൻ പോകുന്ന റെയിൽടെല്ലാണ്. അപ്പോൾ ഈ രണ്ട് സ്റ്റോക്കുകളെ സംബന്ധിച്ചും പോസിറ്റീവാണ്. റെയിൽടെല്ലിന് വേറൊരു ഓർഡറും കിട്ടിയിട്ടുണ്ട് 10.92 കോടി രൂപ വരെ ഒരു ടെലികോം നെറ്റ്വർക്ക് റെയിൽവേക്ക് വേണ്ടി ഉണ്ടാക്കാനാണ്. അപ്പോൾ ഈ രണ്ട് സ്റ്റോക്കുകളെ സംബന്ധിച്ചും പോസിറ്റീവ് ന്യൂസാണ്. റൈറ്റ്സ് റെയിൽവേ റിലേറ്റഡ് സ്റ്റോക്ക് തന്നെയാണ്. റെയിൽവേ റിലേറ്റഡ് സ്റ്റോക്കുകൾ നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ടുള്ളതാണ് സ്ട്രോങ് ബൈ ആയിട്ട്. റെയിൽവേ റിലേറ്റഡ് സ്റ്റോക്കുകളായ റെയിൽടെല്ലും അതുപോലെ തന്നെ റൈറ്റ്സ് 1:1 ബോണസും കൂടിയാണ്. റെക്കോർഡായിട്ട് അടുക്കുകയാണ്. തീർച്ചയായിട്ടും ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂ റെയിൽവേ റിലേറ്റഡ് സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. സ്റ്റീൽ ചൈനയിൽ നിന്നും വിയറ്റ്നാമിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന സ്റ്റീലിമേ ആൻറ്റി ഡംപിങ് ഡ്യൂട്ടി കൂട്ടാനുള്ള ചാൻസസ് ഉണ്ട്. പൊതുവേ അത് സ്റ്റീൽ കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. സോണ BLW അവർ എസ്കോട്ട്സ് കുബർട്ടയുടെ റെയിൽവേ അസറ്റുകളൊക്കെ അക്വയർ ചെയ്യാണ്. അതോടൊപ്പം തന്നെ QIPയും വരുന്നുണ്ട്. 699 കോടി രൂപയാണ് QIP ബേസ് പ്രൈസ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഈ കമ്പനിയെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഉണ്ട്. EVs വയേഴ്സ് അതുപോലെ തന്നെ മറ്റ് റിലേറ്റഡ് ആക്ടിവിറ്റീസിലുള്ള കമ്പനിയാണ്. പോസിറ്റീവ് ന്യൂസാണ്. സുസ്ലോൺ അവരൊരു കോർപ്പറേറ്റ് ഓഫീസ് സ്പേസ് വിറ്റിട്ടിട്ട് 440 കോടി രൂപയാണ്. അതും പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. അഡാനി എൻ്റർപ്രൈസ് ആദ്യമായിട്ട് ബോണ്ട് മാർക്കറ്റിൽ ഇറങ്ങിയിരുന്നു. ഇന്നലെ ബോണ്ട് ഓപ്പൺ ചെയ്ത് 800 കോടി രൂപയാണ് സൈസുള്ളത്. പക്ഷേ ആദ്യത്തെ ദിവസം തന്നെ സബ്സ്ക്രിപ്ഷൻ 720 കോടിയാണ്. 24 മാസത്തിൽ ഈൽഡ് വരുന്ന 9.2%. 36 മാസത്തിൽ ഈൽഡ് വരുന്ന 9.65% ക്വാർട്ടർലി ആണെങ്കിൽ. അതുപോലെ തന്നെ 60 മാസത്തെയാണെങ്കിൽ 9.9%. ആദ്യമായിട്ടാണ് ഇത്ര ഹയസ്റ്റ് ആയിട്ടൊരു കോർപ്പറേറ്റ് ബോണ്ട് മാർക്കറ്റിൽ ഓഫർ ചെയ്യുന്നത്. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണിത്. അതുപോലെ തന്നെ ജുവലറി സ്റ്റോക്കുകൾ വീണ്ടും ഒരു അപ്വേർഡ് മൊമെൻ്റാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ടൈറ്റൻ, കല്യാൺ, TB സെറ്റ് ജുവലേഴ്സ്, അതുപോലെ തന്നെ നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള മറ്റ് സ്റ്റോക്കുകളൊക്കെ ഉണ്ട്. PC ജുവലേഴ്സ്, സ്കൈ ഗോൾഡ്, ഈ സ്റ്റോക്കുകളിലൊക്കെ വലിയ രീതിയിലുള്ള ബൈയിങ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റോക്കുകളും വീണ്ടും അടുത്ത മാസങ്ങളിലൊക്കെ മുന്നേറാനുള്ള ചാൻസസ് ആണ്. ഗവൺമെൻറ് 50 എയർപോർട്ടുകൾ സ്മോൾ സിറ്റിയിലെ അടുത്ത 5 വർഷത്തിനുള്ളിൽ ലോഞ്ച് ചെയ്യാനുള്ള പ്ലാനുകളായിട്ട് മുന്നോട്ട് പോവുകയാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. എയർപോർട്ട് റിലേറ്റഡ് ബിസിനസ്സിലുള്ള കമ്പനികളെല്ലാം തന്നെ ഇത് ബിഡ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. NSE SME IPO നമ്മൾ റെക്കമെൻഡ് ചെയ്തൊരു സ്റ്റോക്ക് ചെയ്യുന്ന ഒരു IPO ഉണ്ട്. 6-ാം തീയതിയാണ്, നാളെയാണ് ക്ലോസിങ് വരുന്നത്. നമോ വേസ്റ്റ് മാനേജ്മെൻറ്റ് ലിമിറ്റഡ് ആണ്. എക്സലൻറ്റ് കമ്പനിയാണ്. അതുപോലെ തന്നെ വേസ്റ്റിനാണ് അടുത്ത വർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ ബിസിനസ് ലഭിക്കാൻ പോകുന്നത്. കാരണം നമ്മുടെ TVകൾ, അതുപോലെ മൊബൈൽ ഫോണുകൾ, അങ്ങനത്തെയുള്ള ഇലക്ട്രോണിക് ഐറ്റംസിനെയൊക്കെ വേസ്റ്റ് ആവുന്ന ഇലക്ട്രോണിക് ഐറ്റംസിനൊക്കെ പ്രോസസ്സ് ചെയ്തുകൊണ്ട് ഉള്ള റീസൈക്ലിംഗ് നടത്തിക്കൊണ്ട് പുതിയ പ്രൊഡക്റ്റുകൾക്ക് ലോഞ്ച് ചെയ്യാനുള്ള ഹെൽപ്പ് ചെയ്യുന്നൊരു കമ്പനിയാണ് നമോ വേസ്റ്റ് മാനേജ്മെൻറ്റ് ലിമിറ്റഡ്. 1600 മാർക്കറ്റിലോട്ട്. 85 രൂപയാണ് അപ്പർ പ്രൈസ് ബാൻഡ്. അപ്പോൾ എല്ലാവർക്കും SME IPOയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് അപ്ലൈ ആവുന്ന ഒരു IPO ആണ് നമോ വേസ്റ്റ് മാനേജ്മെൻറ്റ് ലിമിറ്റഡ് NSE SME. ഇനി നമ്മൾ ഇന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് പോസിറ്റീവ് ബയാസ് തന്നെയാണ്. ധാരാളം ന്യൂസ് ഫ്ലോസ് പോസിറ്റീവായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പോസിറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ് നമ്മൾ മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഗ്ലോബൽ മാർക്കറ്റും വീണ്ടും റാലി ചെയ്യാനുള്ള ചാൻസാണ് കാരണം സെപ്റ്റംബർ 17-18 US ഫെഡിൻ്റെ മീറ്റിംഗ് വരുന്നത്. അതോടൊപ്പം തന്നെ ചൈനയിൽ വലിയ രീതിയിൽ സ്റ്റിമുലസ് പറയുന്നുണ്ട്. അയൺ ഓർ ജമ്പ് ചെയ്തിട്ട് ചൈനയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പോസിറ്റീവ് ന്യൂസിൻ്റെ ഇമ്പാക്റ്റും കൂടിയാണ്. അപ്പോൾ NMDC പോലുള്ള ഓഹരികൾ ഇന്ത്യയിലും പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്യാനാണ് ചാൻസസ്. വളരെ കോഷ്യസായിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യാൻ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന സ്റ്റോക്കുകൾ മാർക്കറ്റ് വൊളാറ്റിലിറ്റിയിൽ താഴെ വരുമ്പോൾ വാങ്ങാം. ഒപ്പം എവരി റൈസിൽ കുറേയൊക്കെ നല്ല പ്രോഫിറ്റബിലിറ്റി ഉള്ള സ്റ്റോക്കുകൾ പ്രോഫിറ്റ് എടുക്കുന്ന ഒരു ഡിസിഷനും നന്നായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസയ്ക്കാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് ട്രേഡിംഗ് ആരംഭിച്ചതിന് ശേഷം 3 സ്ട്രോങ് പിക്കുകൾ നമ്മൾ ഇന്ന് അനൗൺസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ട്രേഡിംഗ് ടെർമിനൽ കൂടെ എല്ലാവർക്കും ഈ സ്ട്രോങ് പിക്കുകൾ ലഭിക്കാൻ പോകും.
പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ല ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്ററി അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.